ഗൈസ്, നമുക്കിന്ന് ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് മീഡിയം സൈസുള്ള ഒരു 7-8 ഇഞ്ചി തൊലി ചിരണ്ടി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തോരനൊക്കെ അരിയുന്ന പോലെ കൊത്തിയെടുത്താലും മതി. ഇതിന്റെ കൂടെ 3 വറ്റൽ മുളകും മീഡിയം സൈസുള്ള ഒരു സവാളയുടെ പകുതി കൊത്തി എരിഞ്ഞതും എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് കുട്ടന്മാർ നന്നായി പൊട്ടിത്തെറിച്ചതിന് ശേഷം സവാളയും വറ്റൽമുളകും ചെറുതായി വരട്ടിയെടുക്കാം. അങ്ങനെ വരണ്ടു വരുന്ന സവാളയിലേക്ക് നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്തൊരു ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ അടുക്കി പിടിക്കാതെ ചെറുതായിട്ട് നിർത്താൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ദേ ഈ കാണുന്ന പരുവത്തിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പിഴുപുളിയുടെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചി അച്ചാർ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് കുറച്ചൊന്ന് കുറുകി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം അടച്ചു വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി അച്ചാറിന്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അടിപൊളി വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.